നമസ്കാരം. യജുവേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 2026 അക്ഷരകേരളി പരീക്ഷാ പതിപ്പിലെ +1 തുല്യത പൊളിറ്റിക്കൽ സയൻസ് മാതൃകാ ചോദ്യപേപ്പറാണ് വിശകലനം ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ഈ ക്ലാസ് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വരും ദിവസങ്ങളിൽ മറ്റ് വിഷയങ്ങളിലെ മാതൃകാ ചോദ്യപേപ്പറുകളും പ്രധാന ചോദ്യോത്തരങ്ങളും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ചോദ്യപേപ്പർ നോക്കാം. 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ 16 മാർക്കിന് ഉത്തരം എഴുതുവാനാണ്. 1 മുതൽ 10 വരെ ആകെ 20 മാർക്കിന്റെ ചോദ്യങ്ങളാണുള്ളത്. അതിൽ 16 മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. ഒന്നാമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻസ്: ഡോക്ടർ BR അംബേദ്കർ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ജവഹർലാൽ നെഹ്റു, സർദാർ പട്ടേൽ. ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭാഗം 1 പേജ് നമ്പർ 17 നോക്കുക. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം ചെയർമാൻ ആയിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. താൽക്കാലിക ചെയർമാൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ഇന്ത്യക്ക് ഒരു സ്വതന്ത്ര ഭരണഘടന തയ്യാറാക്കുന്നതിനായി 1946 ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടു. സഭയുടെ ആദ്യ യോഗം 1946 ഡിസംബർ 9 ചേർന്നു. തുടർന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്ഥിരം ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഭരണഘടനയുടെ കരട് തയ്യാറാക്കാൻ ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷനായ കരട് സമിതി പ്രവർത്തിച്ചു. ഏകദേശം 2 വർഷം 11 മാസം 18 ദിവസം നീണ്ട പ്രവർത്തനത്തിന് ശേഷം ഭരണഘടന 1949 നവംബർ 26 അംഗീകരിക്കുകയും 1950 ജനുവരി 26 മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിൽ ജവഹർലാൽ നെഹ്റുവിന് നിർണായക പങ്കുണ്ടായിരുന്നു. 1946 ഡിസംബർ 13 അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ഈ പ്രമേയമാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് അടിസ്ഥാനമായത്. സ്വതന്ത്രവും പരമാധികാരമുള്ളതുമായ ജനാധിപത്യ ഇന്ത്യ എന്ന ആശയം മുന്നോട്ട് വച്ചതും നെഹ്റുവായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ വിവിധ പ്രധാന സമിതികളിലെ അധ്യക്ഷനായി സർദാർ വല്ലഭായ് പട്ടേൽ പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് അടിസ്ഥാന അവകാശങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, ഗോത്രങ്ങൾ, ഒറ്റപ്പെട്ട പ്രദേശങ്ങൾ എന്നിവ സംബന്ധിച്ച ഉപദേശക സമിതിയുടെ അധ്യക്ഷനായിരുന്നു. ഇന്ത്യൻ യൂണിയന്റെ ഐക്യവും ഫെഡറൽ സംവിധാനവും ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന്റെ സംഭാവന വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. രണ്ടാമത്തെ ചോദ്യം: ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് വിവരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏത്? ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് വിവരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം അഥവാ ആർട്ടിക്കിൾ ഏത്? ഓപ്ഷൻസ്: ആർട്ടിക്കിൾ 324, ആർട്ടിക്കിൾ 356, ആർട്ടിക്കിൾ 368, ആർട്ടിക്കിൾ 352. ഉത്തരം ആർട്ടിക്കിൾ 368. ഉത്തരം ആർട്ടിക്കിൾ 368. ഭാഗം 1 പേജ് നമ്പർ 155 നോക്കുക. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 368 ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരവും നടപടിക്രമവും വ്യക്തമാക്കുന്ന അനുച്ഛേദമാണ്. ഈ ആർട്ടിക്കിൾ പ്രകാരം പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരമുണ്ട്. എന്നാൽ ഭേദഗതിയുടെ സ്വഭാവം അനുസരിച്ച് പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. ചില ഭേദഗതികൾക്ക് പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണം. മൂന്നാമത്തെ ചോദ്യം: താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും 1882 തദ്ദേശ ഗവൺമെന്റിന് അടിത്തറ പാകിയത് ആരെന്ന് കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും 1882 തദ്ദേശ ഗവൺമെന്റിന് അടിത്തറ പാകിയത് ആരെന്ന് കണ്ടെത്തുക. ഓപ്ഷൻസ്: രാജീവ് ഗാന്ധി, ബൽവന്ത് റായ് മേത്ത, PK സുഗതൻ, റിപ്പൺ പ്രഭു. ഉത്തരം റിപ്പൺ പ്രഭു. ഉത്തരം റിപ്പൺ പ്രഭു. ഭാഗം 1 പേജ് നമ്പർ 139 നോക്കുക. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1882 റിപ്പൺ പ്രഭു കൊണ്ടുവന്ന ഭരണ പരിഷ്കാരങ്ങളാണ് ആധുനിക ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കമിട്ടത്. നാലാമത്തെ ചോദ്യം:
ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. ഓപ്ഷൻസ്: വനം, കൃഷി, ബാങ്കിംഗ്, റെയിൽവേ. ഉത്തരം വനം. ഉത്തരം വനം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം വനമാണ്. കൃഷി സംസ്ഥാന ലിസ്റ്റിലും ബാങ്കിംഗ്, റെയിൽവേ എന്നിവ യൂണിയൻ ലിസ്റ്റിലുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഭാഗം 1 പേജ് നമ്പർ 121 ഇതിന്റെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കി കൂടുതൽ മനസ്സിലാക്കുക. അഞ്ചാമത്തെ ചോദ്യം: നൽകിയിരിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. നൽകിയിരിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. ഭാഗം 1 പേജ് നമ്പർ 75 നോക്കുക. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഘടനയുടെ ഫ്ലോ ചാർട്ടാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ കേന്ദ്ര സർവീസ് മാത്രമാണ് നൽകിയിരിക്കുന്നത്. ബാക്കി രണ്ടും പൂരിപ്പിക്കാനുള്ളതാണ്. ഒന്ന് അഖിലേന്ത്യാ സർവീസ്, ഒന്ന് അഖിലേന്ത്യാ സർവീസ് അഥവാ ഓൾ ഇന്ത്യ സർവീസ്. രണ്ട് സംസ്ഥാന സർവീസ്, രണ്ട് സംസ്ഥാന സർവീസ് അഥവാ സ്റ്റേറ്റ് സർവീസ്. ഇന്ത്യൻ സിവിൽ സർവീസിനെ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെ 3 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ആറാമത്തെ ചോദ്യം: ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഘടനയുമായി ബന്ധപ്പെട്ട പിരമിഡ് പൂർത്തിയാക്കുക. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഘടനയുമായി ബന്ധപ്പെട്ട പിരമിഡ് പൂർത്തിയാക്കുക. നോക്കാം. ഏറ്റവും മുകളിലായി സുപ്രീം കോടതി, അതിനു താഴെ ഹൈക്കോടതികൾ, അതിനു താഴെ ജില്ലാ കോടതികൾ, അതിനു താഴെ കീഴ്ക്കോടതികൾ. ഈ ഒരു രീതിയിലാണ് കോടതികളുടെ ഘടന. ഭാഗം 1 പേജ് നമ്പർ 104 കോടതികളെ കുറിച്ച് വിശദമായി കൊടുത്തിട്ടുണ്ട്. അത് നോക്കി മനസ്സിലാക്കുക. അതുപോലെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്ന ഈ പിരമിഡ് ഇതുപോലെ തന്നെ പേജ് നമ്പർ 111 കൊടുത്തിട്ടുണ്ട്. അത് നോക്കി കൂടുതൽ മനസ്സിലാക്കുക. ഏഴാമത്തെ ചോദ്യം: ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും കേവല ഭൂരിപക്ഷ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായവ കണ്ടെത്തി എഴുതുക. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും കേവല ഭൂരിപക്ഷ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായവ കണ്ടെത്തി എഴുതുക. ഭാഗം 1 പേജ് നമ്പർ 49 നിന്നുള്ള ചോദ്യമാണ്. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ നോക്കാം. എ രാജ്യത്തെ നിരവധി ചെറിയ നിയോജക മണ്ഡലങ്ങളായി തിരിച്ചിരിക്കുന്നു. ബി സമ്മതിദായകർ രാഷ്ട്രീയ കക്ഷിക്ക് വോട്ട് ചെയ്യുന്നു. സി ഓരോ കക്ഷിക്കും അവർക്ക് ലഭിച്ച വോട്ടുകൾക്ക് ആനുപാതികമായി സീറ്റ് ലഭിക്കുന്നു. ഡി സമ്മതിദായകർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു. ഈ ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. ഇതിൽ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടത് ഓപ്ഷൻ എ, ഓപ്ഷൻ ഡി, ഓപ്ഷൻ ഇ എന്നിവയാണ്. നോക്കാം. രാജ്യത്തെ നിരവധി ചെറിയ നിയോജക മണ്ഡലങ്ങളായി തിരിച്ചിരിക്കുന്നു. ഓപ്ഷൻ എ രാജ്യത്തെ നിരവധി ചെറിയ നിയോജക മണ്ഡലങ്ങളായി തിരിച്ചിരിക്കുന്നു. ഓപ്ഷൻ ഡി സമ്മതിദായകർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു. ഓപ്ഷൻ ഡി സമ്മതിദായകർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു. ഓപ്ഷൻ ഇ ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. ബി, സി എന്നിവ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. പേജ് നമ്പർ 49 കൊടുത്തിരിക്കുന്ന കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം നോക്കി മനസ്സിലാക്കുക. എട്ടാമത്തെ ചോദ്യം: ചുവടെ നൽകിയിരിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. ചുവടെ നൽകിയിരിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. ഭാഗം 2 പേജ് നമ്പർ 37 സമത്വത്തിന്റെ 3 തലങ്ങളുടെ ഫ്ലോ ചാർട്ടാണ് തന്നിരിക്കുന്നത്. ഇതിൽ സാമ്പത്തിക സമത്വം മാത്രമാണ് നൽകിയിരിക്കുന്നത്. ബാക്കി രണ്ടുമാണ് പൂർത്തിയാക്കാനുള്ളത്. പൂർത്തിയാക്കുവാനുള്ളത് നോക്കാം. ഒന്ന് രാഷ്ട്രീയ സമത്വം, ഒന്ന് രാഷ്ട്രീയ സമത്വം അഥവാ പൊളിറ്റിക്കൽ ഇക്വാലിറ്റി. രണ്ട് സാമൂഹിക സമത്വം, രണ്ട് സാമൂഹിക സമത്വം അഥവാ സോഷ്യൽ ഇക്വാലിറ്റി. ഇത് രണ്ടുമാണ് പൂർത്തിയാക്കുവാനുള്ളത്. അപ്പോ സമത്വത്തിന്റെ 3 തലങ്ങൾ: രാഷ്ട്രീയ സമത്വം അഥവാ പൊളിറ്റിക്കൽ ഇക്വാലിറ്റി, സാമ്പത്തിക സമത്വം അഥവാ എക്കോണമിക് ഇക്വാലിറ്റി, സാമൂഹിക സമത്വം അഥവാ സോഷ്യൽ ഇക്വാലിറ്റി. 9ാമത്തെ ചോദ്യം: ചില അവകാശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയെ ശരിയായി പട്ടികയിൽ ക്രമീകരിക്കുക. ചില അവകാശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയെ ശരിയായി പട്ടികയിൽ ക്രമീകരിക്കുക. ഭാഗം 2 പേജ് നമ്പർ 62 അവകാശങ്ങളെ കുറിച്ച് വിശദമായി കൊടുത്തിട്ടുണ്ട്. നോക്കി മനസ്സിലാക്കുക. ഇനി ചുവടെ കൊടുത്തിരിക്കുന്ന അവകാശങ്ങൾ നോക്കാം. ജോലി ചെയ്യാനുള്ള അവകാശം, നിയമത്തിന് മുന്നിൽ തുല്യത, വോട്ട് ചെയ്യാനുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, വിശ്രമത്തിനുള്ള അവകാശം, ഗവൺമെന്റ് ഉദ്യോഗം വഹിക്കുന്നതിനുള്ള അവകാശം. താഴെ തന്നിരിക്കുന്ന പട്ടിക
രാഷ്ട്രീയ അവകാശം, സാമ്പത്തിക അവകാശം, പൗരാവകാശം എന്നിവയാണ്. ഈ പട്ടികകളിൽ മുകളിൽ പറഞ്ഞിരിക്കുന്നവ ക്രമീകരിക്കാം. ആദ്യം രാഷ്ട്രീയ അവകാശം. രാഷ്ട്രീയ അവകാശത്തിൽ വരുന്നത് വോട്ട് ചെയ്യാനുള്ള അവകാശം, ഗവൺമെന്റ് ഉദ്യോഗം വഹിക്കുവാനുള്ള അവകാശം. വോട്ട് ചെയ്യാനുള്ള അവകാശവും ഗവൺമെന്റ് ഉദ്യോഗം വഹിക്കുന്നതിനുള്ള അവകാശവുമാണ് രാഷ്ട്രീയ അവകാശമായി വരുന്നത്. സാമ്പത്തിക അവകാശം, ജോലി ചെയ്യാനുള്ള അവകാശവും വിശ്രമത്തിനുള്ള അവകാശവുമാണ് സാമ്പത്തിക അവകാശത്തിൽ വരുന്നത്. ജോലി ചെയ്യാനുള്ള അവകാശം, വിശ്രമത്തിനുള്ള അവകാശം എന്നിവയാണ് സാമ്പത്തിക അവകാശത്തിൽ വരുന്നത്. പൗരാവകാശത്തിൽ വരുന്നത് നിയമത്തിന് മുന്നിൽ തുല്യത, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവയാണ്. പൗരാവകാശത്തിൽ വരുന്നത് നിയമത്തിന് മുന്നിൽ തുല്യത, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവയാണ്. 10ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുക. 10ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുക. ഭാഗം 2-ലെ 2ഉം 4ഉം ചാപ്റ്ററിൽ നിന്നുമാണ് ചേരുംപടി ചേർക്കുവാൻ ചോദിച്ചിരിക്കുന്നത്. എ കോളത്തിൽ സ്വാതന്ത്ര്യത്തിലേക്ക്, ഹിന്ദു സ്വരാജ്, നീതി സിദ്ധാന്തം, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര എന്നീ ഗ്രന്ഥങ്ങളുടെ പേരുകളും, ബി കോളത്തിൽ ജോൺ റോൾസ്, നെൽസൺ മണ്ടേല, JS മിൽ, മഹാത്മാഗാന്ധി എന്നീ വ്യക്തികളുടെ പേരുകളുമാണ് തന്നിരിക്കുന്നത്. ഇനി ഇതൊന്ന് ചേരുംപടി ചേർക്കാം. സ്വാതന്ത്ര്യത്തിലേക്ക് JS മിൽ, സ്വാതന്ത്ര്യത്തിലേക്ക് JS മിൽ. ഹിന്ദു സ്വരാജ് മഹാത്മാഗാന്ധി, ഹിന്ദു സ്വരാജ് മഹാത്മാഗാന്ധി. നീതി സിദ്ധാന്തം ജോൺ റോൾസ്, നീതി സിദ്ധാന്തം ജോൺ റോൾസ്. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര നെൽസൺ മണ്ടേല, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര നെൽസൺ മണ്ടേല. ഇത് ഈ ക്രമത്തിൽ എഴുതുക. അടുത്തത് 11 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുവാനാണ്. ഓരോന്നിനും 3 മാർക്ക് വീതമാണ്. 11ാമത്തെ ചോദ്യം, വികസനത്തിന്റെ പാരിസ്ഥിതിക ചെലവിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. വികസനത്തിന്റെ പാരിസ്ഥിതിക ചെലവിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഭാഗം 2-ലെ പേജ് നമ്പർ 115 നോക്കുക. വികസന പദ്ധതികൾ സമൂഹത്തിന് ഗുണകരമാണെങ്കിലും അവയ്ക്ക് പാരിസ്ഥിതിക ചെലവും ഉണ്ടാകുന്നു. അതായത് വികസനത്തിന്റെ പേരിൽ പ്രകൃതിക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങളാണ് പാരിസ്ഥിതിക ചെലവുകൾ. പ്രകൃതി വിഭവങ്ങൾ പരിമിതമാണെന്ന തിരിച്ചറിവില്ലാതെ അവ അമിതമായി ഉപയോഗിക്കുന്നത് പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയെ തകർക്കുന്നു. വനനശീകരണം, ജലം, വായു എന്നിവയുടെ മലിനീകരണം, ജൈവ വൈവിധ്യനാശം, പ്രകൃതി വിഭവങ്ങളുടെ ശോഷണം എന്നിവ ഇതിന്റെ പ്രധാന പ്രത്യാഘാതങ്ങളാണ്. ഇത്തരം നാശം ഇന്നത്തെ തലമുറയെ മാത്രമല്ല ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള അവരുടെ അവകാശത്തെയും ബാധിക്കുന്നു. അതിനാൽ പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രകൃതി വിഭവങ്ങൾ വിവേകപൂർവം ഉപയോഗിക്കുകയും സുസ്ഥിര വികസനം ലക്ഷ്യമാക്കുകയും വേണം. പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ആവശ്യങ്ങളും ഭാവി തലമുറയുടെ ആവശ്യങ്ങളും ഒരുപോലെ നിറവേറ്റുന്ന വികസനമാണ് യഥാർത്ഥ വികസനം. 12ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ഏതെങ്കിലും 3 വിമർശനങ്ങൾ എഴുതുക. ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ഏതെങ്കിലും 3 വിമർശനങ്ങൾ എഴുതുക. ആൻസർ നോക്കാം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ അതിന്റെ രൂപീകരണ രീതിയെയും ഘടനയെയും സംബന്ധിച്ച് വിവിധ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഭരണഘടനാ സഭയുടെ പ്രവർത്തനവും ഭരണഘടനയുടെ സവിശേഷതകളും അടിസ്ഥാനമാക്കിയാണ് ഈ വിമർശനങ്ങൾ ഉണ്ടായത്. 1. ഭരണഘടനാ സഭയ്ക്ക് പൂർണ്ണ ജനപ്രാതിനിധ്യമില്ലായിരുന്നു. ഭരണഘടനാ സഭയിലെ അംഗങ്ങളെ ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുത്തതല്ല. പരിമിത വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യ നിയമസഭകളിലെ അംഗങ്ങളാണ് ഭരണഘടനാ സഭാംഗങ്ങളെ തെരഞ്ഞെടുത്തത്. അതിനാൽ ഭരണഘടനാ സഭയ്ക്ക് യഥാർത്ഥ ജനപ്രാതിനിധ്യമില്ലെന്ന വിമർശനം ഉയർന്നു. 2. വിദേശ ഭരണഘടനകളെ അമിതമായി ആശ്രയിച്ചു. ബ്രിട്ടൻ, അമേരിക്ക, അയർലൻഡ്, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണഘടനകളിൽ നിന്നുള്ള നിരവധി വ്യവസ്ഥകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ ഇത് ഇന്ത്യയുടെ സ്വന്തം സൃഷ്ടിയല്ലെന്നും കടം കൊണ്ട ഭരണഘടനയാണെന്നും വിമർശകർ അഭിപ്രായപ്പെട്ടു. 3. ഭരണഘടന വളരെ ദൈർഘ്യമേറിയതാണെന്ന വിമർശനമുണ്ടായി. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ എഴുത്തുപരമായ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. അനേകം അനുച്ഛേദങ്ങളും പട്ടികകളും വിശദമായ വ്യവസ്ഥകളും ഉൾപ്പെടുത്തിയതിനാൽ ഇത് വളരെ സങ്കീർണവും ദൈർഘ്യമേറിയതുമാണെന്ന വിമർശനം ഉയർന്നു. ഈ വിമർശനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും
ഭരണഘടനാ സഭ അവയെല്ലാം ചർച്ച ചെയ്ത് ഇന്ത്യയുടെ വൈവിധ്യവും ആവശ്യങ്ങളും കണക്കിലെടുത്താണ് ഭരണഘടന രൂപപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ ഏറ്റവും ശക്തവും വിജയകരവുമായി പ്രവർത്തിക്കുന്ന ജനാധിപത്യ ഭരണഘടനകളിൽ ഒന്നായി ഇന്നും നിലനിൽക്കുന്നു. 13ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ എഴുതുക. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ എഴുതുക. ഭാഗം 1 പേജ് നമ്പർ 156 നോക്കുക. ഭരണഘടന കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്തുന്നതിനും പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്നതിനുമായി ഭേദഗതി ചെയ്യാനുള്ള സംവിധാനം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭരണഘടനയുടെ 368 അനുച്ഛേദം ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമം വ്യക്തമാക്കുന്നു. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ: 1. കേവല ഭൂരിപക്ഷത്തോടെ പാർലമെന്റ് പാസാക്കുന്ന ഭേദഗതികൾ. പാർലമെന്റിലെ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ കേവല ഭൂരിപക്ഷത്തോടെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാം. 2. പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാർലമെന്റ് പാസാക്കുന്ന ഭേദഗതികൾ. പാർലമെന്റിലെ ഓരോ സഭയിലും ആകെ അംഗസംഖ്യയുടെ ഭൂരിപക്ഷവും ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളിൽ 2/3 ഭൂരിപക്ഷവും ലഭിച്ചാൽ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാം. 3. പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം സംസ്ഥാനങ്ങളുടെ അംഗീകാരവും ആവശ്യമായ ഭേദഗതികൾ. ഫെഡറൽ സ്വഭാവവുമായി ബന്ധപ്പെട്ട ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്നതിന് പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തിനൊപ്പം കുറഞ്ഞത് പകുതി സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരവും ആവശ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ കർക്കശവും അയവുള്ളതുമായ ഭേദഗതി നടപടിക്രമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും ഭരണഘടനയുടെ സ്ഥിരതയും സംരക്ഷിക്കാനും സാധിക്കുന്നു. 14ാമത്തെ ചോദ്യം, ഘടനാപരമായ ഹിംസയുടെ ഏതെങ്കിലും 3 രൂപങ്ങൾ വിശദമാക്കുക. ഘടനാപരമായ ഹിംസയുടെ ഏതെങ്കിലും 3 രൂപങ്ങൾ വിശദമാക്കുക. ഭാഗം 2 പേജ് നമ്പർ 103 നോക്കുക. സമൂഹത്തിലെ വിവിധ ഘടനകളിലും സ്ഥാപനങ്ങളിലുമുള്ള അനീതിയും അസമത്വവും മൂലം വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണ് ഘടനാപരമായ ഹിംസ എന്ന് പറയുന്നത്. ഘടനാപരമായ ഹിംസയുടെ പ്രധാന രൂപങ്ങൾ ജാതി വ്യവസ്ഥ, വർഗ വിഭജനം, പുരുഷാധിപത്യം, കൊളോണിയലിസം, വംശീയതയും വർഗീയതയും തുടങ്ങിയവയാണ്. വിശദമായി നോക്കാം. ജാതി വ്യവസ്ഥ: ചിലർ ജാതിയുടെ പേരിൽ ഉയർന്നവരും മറ്റു ചിലർ താഴ്ന്നവരുമാണെന്ന ചിന്ത സമൂഹത്തിൽ അസമത്വം സൃഷ്ടിക്കുന്നു. ഉയർന്ന ജാതിക്കാർ സമൂഹത്തിലെ വിഭവങ്ങൾ കൂടുതൽ നിയന്ത്രിക്കുകയും അധസ്ഥിത വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നു. 2. വർഗ വിഭജനം: സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള സാമ്പത്തിക അസമത്വം വർഗ വിഭജനത്തിന് കാരണമാകുന്നു. വിഭവങ്ങൾ സമ്പന്നരുടെ കൈകളിൽ കേന്ദ്രീകരിക്കപ്പെടുകയും ദരിദ്രർ ചൂഷണത്തിനും അവകാശ നിഷേധനത്തിനും ഇരയാകുകയും ചെയ്യുന്നു. 3. പുരുഷാധിപത്യം: സ്ത്രീകൾക്കെതിരായ വിവേചനങ്ങളും അതിക്രമങ്ങളും ഹിംസയുടെ മറ്റൊരു രൂപമാണ്. വിദ്യാഭ്യാസം, തൊഴിൽ, സ്വത്തവകാശം, രാഷ്ട്രീയ പങ്കാളിത്തം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾക്ക് തുല്യാവകാശം നിഷേധിക്കപ്പെടുന്നതും കുടുംബത്തിനകത്തും സമൂഹത്തിലും സ്ത്രീകൾ പീഡനത്തിനിരയാകുന്നതും പുരുഷാധിപത്യ പ്രവണതകളുടെ ഭാഗമാണ്. 4. കൊളോണിയലിസം: കൊളോണിയൽ ഭരണകൂടങ്ങൾ അധിനിവേശ രാജ്യങ്ങളുടെ പ്രകൃതി വിഭവങ്ങളും സമ്പത്തും ചൂഷണം ചെയ്യുകയും അവരുടെ വികസനം തടയുകയും ചെയ്തു. പാലസ്തീൻ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ കൊളോണിയൽ ചൂഷണങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ്. 5. വർഗീയതയും വംശീയതയും: കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ ലക്ഷക്കണക്കിന് ജൂതരുടെ കൂട്ടക്കൊല, ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗക്കാരോടുള്ള വിവേചനം തുടങ്ങിയവ വർഗീയ വംശീയ ഹിംസയുടെ ഉദാഹരണങ്ങളാണ്. ഇന്നും പല രാജ്യങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്കെതിരായ ഹിംസ തുടരുന്നു. ജാതി വ്യവസ്ഥ, വർഗ വിഭജനം, പുരുഷാധിപത്യം, കൊളോണിയലിസം, വർഗീയത, വംശീയത എന്നിവ ഘടനാപരമായ ഹിംസയുടെ പ്രധാന രൂപങ്ങളാണ്. സമത്വവും മനുഷ്യാവകാശങ്ങളും സംരക്ഷിക്കുന്ന സമൂഹ നിർമ്മാണത്തിലൂടെ മാത്രമേ ഇത്തരം ഹിംസ കുറയ്ക്കുവാൻ കഴിയൂ. 15ാമത്തെ ചോദ്യം, രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചുരുക്കി എഴുതുക. രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചുരുക്കി എഴുതുക. ഇത് ഭാഗം 2 ഫസ്റ്റ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആൻസർ നോക്കാം. രാഷ്ട്രീയ സിദ്ധാന്തം നമ്മുടെ ജീവിതത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു.
രാഷ്ട്രീയം, സമൂഹം, നീതി തുടങ്ങിയ ആശയങ്ങളെ മനസ്സിലാക്കുന്നതിനും പൊതുപ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനും രാഷ്ട്രീയ സിദ്ധാന്തം സഹായിക്കുന്നു. രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കേണ്ടതിന്റെ ആവശ്യകത രാഷ്ട്രീയ ജീവിതവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യം, സമത്വം, നീതി എന്നീ ആശയങ്ങൾ മനസ്സിലാക്കാനും അവയുടെ നിലനിൽപ്പും പ്രാധാന്യവും തിരിച്ചറിയുവാനും സഹായിക്കുന്നു. ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം ജനങ്ങളുടെ അവകാശങ്ങളും കടമകളും മനസ്സിലാക്കി രാഷ്ട്രീയ ബോധം വളർത്താൻ സഹായിക്കുന്നു. സാമൂഹിക രാഷ്ട്രീയ സംഭാവനകളെ വിലയിരുത്താനും അവയെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യാനും സഹായിക്കുന്നു. ഭരണകൂടത്തിന്റെയും ഭരണഘടനയുടെയും പ്രവർത്തനം മനസ്സിലാക്കി ജനാധിപത്യ പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്വത്തോടെ പങ്കാളികളാകാൻ സഹായിക്കുന്നു. സ്വാതന്ത്ര്യം, സമത്വം, നീതി, നിയമവാഴ്ച, മനുഷ്യാവകാശം തുടങ്ങിയ രാഷ്ട്രീയ മൂല്യങ്ങളുടെ അർത്ഥവും പ്രാധാന്യവും വ്യക്തമാക്കുന്നു. സമകാലിക പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും അവയ്ക്ക് യുക്തിസഹമായ പരിഹാരങ്ങൾ കണ്ടെത്താനും പൊതുനയങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്താനും രാഷ്ട്രീയ സിദ്ധാന്തം സഹായിക്കുന്നു. രാഷ്ട്രീയ സിദ്ധാന്തം രാഷ്ട്രീയ ആശയങ്ങളെയും സ്ഥാപനങ്ങളെയും മൂല്യങ്ങളെയും ശരിയായി മനസ്സിലാക്കി ബോധമുള്ളതും ഉത്തരവാദിത്തമുള്ളതുമായ പൗരന്മാരെ രൂപപ്പെടുത്താൻ സഹായിക്കുന്ന പഠനശാഖയാണ്. അടുത്തത് 16 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരമെഴുതുവാനാണ്. ഓരോന്നിനും 4 മാർക്ക് വീതമാണ്. 16ാമത്തെ ചോദ്യം, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളെ കുറിച്ച് വിശദീകരിക്കുക. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളെ കുറിച്ച് വിശദീകരിക്കുക. ഭാഗം 1 പേജ് നമ്പർ 54 നോക്കുക. ഇന്ത്യയിൽ സ്വതന്ത്രവും നിഷ്പക്ഷവും ജനാധിപത്യപരവുമായ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനുള്ള ഭരണഘടനാപരമായ സ്ഥാപനമാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് നടപടികളുടെ മുഴുവൻ മേൽനോട്ടവും നിയന്ത്രണവും നടത്തുന്ന കമ്മീഷന് നിരവധി ചുമതലകളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാന ചുമതല. 2. പാർലമെന്റ്, നിയമസഭ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുകയും നടത്തുകയും ചെയ്യുന്നു. 3. വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുകയും ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി അവ പുതുക്കുകയും ചെയ്യുന്നു. 4. പൊതു തെരഞ്ഞെടുപ്പുകൾക്കുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. 5. രാഷ്ട്രീയ പാർട്ടികൾ, സ്ഥാനാർത്ഥികൾ, വോട്ടർമാർ എന്നിവർക്കുള്ള പെരുമാറ്റച്ചട്ടം തയ്യാറാക്കുന്നു. 6. രാഷ്ട്രീയ പാർട്ടികളെ അംഗീകരിക്കുകയും അവർക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുകയും ചെയ്യുന്നു. 7. തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ ഉദ്യോഗസ്ഥരെ സംസ്ഥാന ഗവൺമെന്റുകളോടും മറ്റ് അധികാരികളോടും അപേക്ഷിക്കുന്നു. 8. സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനും നീട്ടിവെക്കാനും കമ്മീഷന് അധികാരമുണ്ട്. 9. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുന്നു. 10. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചിലവുകൾക്ക് പരിധി നിശ്ചയിക്കുന്നു. 11. സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കുന്നു. 12. തെരഞ്ഞെടുപ്പ് കണക്കുകളിൽ വീഴ്ച വരുത്തുന്ന സ്ഥാനാർത്ഥിയെ അയോഗ്യനാക്കുന്നു. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടന നൽകിയ അധികാരങ്ങൾ ഉപയോഗിച്ച് സ്വതന്ത്രവും നിഷ്പക്ഷവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പുകൾ ഉറപ്പാക്കുകയും രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. 17ാമത്തെ ചോദ്യം, ഇന്ത്യൻ പൗരത്വം ആർജിക്കുന്നതിനുള്ള ഏതെങ്കിലും 4 മാർഗങ്ങൾ എഴുതുക. ഇന്ത്യൻ പൗരത്വം ആർജിക്കുന്നതിനുള്ള ഏതെങ്കിലും 4 മാർഗങ്ങൾ എഴുതുക. ഭാഗം 2 പേജ് നമ്പർ 75 നോക്കുക. ഭരണഘടനയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഭാഗം 2 ഉൾപ്പെടുത്തിയിരിക്കുന്ന അനുച്ഛേദം 5 മുതൽ 11 വരെയാണ്. ഭരണഘടന പ്രാബല്യത്തിൽ വന്നപ്പോൾ പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പ്രതിപാദിച്ചിരുന്നത്. തുടർന്ന് പൗരത്വവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നതിനായി 1955 ഇന്ത്യൻ പാർലമെന്റ് പൗരത്വ നിയമം, സിറ്റിസൺഷിപ്പ് ആക്ട് പാസാക്കി. ഈ നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വം ആർജിക്കുന്നതിന് 5 പ്രധാന മാർഗങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ജന്മസിദ്ധമായ പൗരത്വം. ഇന്ത്യയിൽ ജനിക്കുന്നവർക്ക് നിയമം അനുശാസിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നു. 2. പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനാണെങ്കിൽ വിദേശത്ത് ജനിച്ച കുട്ടിക്ക് നിശ്ചിത വ്യവസ്ഥകൾക്ക് വിധേയമായി ഇന്ത്യൻ പൗരത്വം ലഭിക്കും. 3. രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം.
ഇന്ത്യയുമായി പ്രത്യേക ബന്ധമുള്ള ചില വിദേശികൾക്ക് അപേക്ഷ നൽകി രജിസ്ട്രേഷൻ മുഖേന ഇന്ത്യൻ പൗരത്വം നേടാം. 4. ചിരകാലാധിവാസം അഥവാ പൗരത്വവൽക്കരണം മുഖേനയുള്ള പൗരത്വം. നിയമം നിഷ്കർഷിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കുന്ന വിദേശികൾക്ക് പൗരത്വം അനുവദിക്കാം. 5. പ്രദേശ സംയോജനം മൂലമുള്ള പൗരത്വം. പുതിയൊരു പ്രദേശം ഇന്ത്യയുമായി സംയോജിക്കപ്പെടുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നു. ജനനം, പിന്തുടർച്ച, രജിസ്ട്രേഷൻ, പൗരത്വവൽക്കരണം, പ്രദേശ സംയോജനം എന്നീ 5 മാർഗങ്ങളിലൂടെയാണ് ഇന്ത്യൻ പൗരത്വം ആർജിക്കാൻ കഴിയുന്നത്. ഭരണഘടനയും 1955 പൗരത്വ നിയമവും ഈ മാർഗങ്ങൾ നിയമപരമായി ഉറപ്പു നൽകുന്നു. 18ാമത്തെ ചോദ്യം, ദേശീയതയുടെ ക്രിയാത്മകവും വിനാശകരവുമായ രൂപങ്ങൾ വിശകലനം ചെയ്യുക. ദേശീയതയുടെ ക്രിയാത്മകവും വിനാശകരവുമായ രൂപങ്ങൾ വിശകലനം ചെയ്യുക. ഭാഗം 2 പേജ് നമ്പർ 83 നോക്കുക. ഒരു രാജ്യത്തോടുള്ള സ്നേഹവും ഐക്യബോധവും സ്വന്തം രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കാനുള്ള മനോഭാവവുമാണ് ദേശീയത എന്ന് പറയുന്നത്. ദേശീയത സമൂഹത്തിനും രാജ്യത്തിനും ഗുണം ചെയ്യുമ്പോൾ അത് ക്രിയാത്മക ദേശീയതയായും വിഭജനത്തിനും സംഘർഷങ്ങൾക്കും കാരണമാകുമ്പോൾ അത് വിനാശകരമായ ദേശീയതയായും മാറുന്നു. ദേശീയതയുടെ ക്രിയാത്മക രൂപം നോക്കാം. ഒരുമിപ്പിക്കുന്നു, സ്വതന്ത്ര ബോധം വളർത്തുന്നു, ജനാധിപത്യം, സ്വയംഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു, സാമ്പത്തിക വളർച്ചയെ സഹായിക്കുന്നു, സാംസ്കാരിക വളർച്ചയെ സഹായിക്കുന്നു, വൈവിധ്യങ്ങളെ ക്രിയാത്മകമാക്കുന്നു. ഇനി ദേശീയതയുടെ വിനാശകരമായ രൂപം നോക്കാം. ഭിന്നിപ്പിക്കുന്നു, സംഘർഷങ്ങൾക്കും യുദ്ധങ്ങൾക്കും കാരണമാകുന്നു, ഒറ്റപ്പെടൽ മനോഭാവം വളർത്തുന്നു, അസ്ഥിരത സൃഷ്ടിക്കുന്നു, ചെറു രാജ്യങ്ങളുടെ ആവിർഭാവത്തിന് കാരണമാകുന്നു, മേധാവിത്വ വികാരം സൃഷ്ടിക്കുന്നു. ദേശീയതയുടെ ക്രിയാത്മക രൂപം രാജ്യത്തിന്റെ ഐക്യത്തിനും പുരോഗതിക്കും സഹായകമാണ്. എന്നാൽ ദേശീയതയുടെ വിനാശകരമായ രൂപം വിഭജനവും സംഘർഷവും വളർത്തുന്നതിനാൽ അത് സമൂഹത്തിനും രാജ്യത്തിനും ദോഷകരമാണ്. അതിനാൽ ദേശീയതയുടെ ക്രിയാത്മക രൂപം വളർത്തിയെടുക്കേണ്ടത് അനിവാര്യമാണ്. 19ാമത്തെ ചോദ്യം, പാർലമെന്ററി എക്സിക്യൂട്ടീവും പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവും താരതമ്യം ചെയ്യുക. പാർലമെന്ററി എക്സിക്യൂട്ടീവും പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവും താരതമ്യം ചെയ്യുക. ഭാഗം 1 പേജ് നമ്പർ 66 നോക്കുക. ഒരു രാജ്യത്തിന്റെ ഭരണനിർവഹണ ചുമതല വഹിക്കുന്ന ഘടകമാണ് എക്സിക്യൂട്ടീവ്. ഭരണഘടനയിൽ പ്രധാനമായും 2 തരത്തിലുള്ള എക്സിക്യൂട്ടീവ് സംവിധാനങ്ങളാണ് കാണപ്പെടുന്നത്: പാർലമെന്ററി എക്സിക്യൂട്ടീവ്, പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്. ഇവയുടെ ഘടന, അധികാരവിന്യാസം, നിയമനിർമ്മാണ സഭയുമായുള്ള ബന്ധം, ഉത്തരവാദിത്തം എന്നിവയിൽ പ്രധാന വ്യത്യാസങ്ങളുണ്ട്. അതിനാൽ ഈ 2 സംവിധാനങ്ങളെയും താരതമ്യം ചെയ്യുന്നത് അവയുടെ സവിശേഷതകൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ആദ്യം പാർലമെന്ററി എക്സിക്യൂട്ടീവ് നോക്കാം. പ്രധാനമന്ത്രിയുടെ നേതൃത്വമാണ്. കാര്യനിർവഹണ വിഭാഗവും നിയമനിർമ്മാണ വിഭാഗവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. രാഷ്ട്രത്തലവൻ നാമമാത്ര ഭരണാധികാരിയായിരിക്കും. ക്യാബിനറ്റിന്റെ കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കും. പ്രധാനമന്ത്രിയാണ് യഥാർത്ഥ ഭരണത്തലവൻ. അടുത്തത് പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നോക്കാം. രാഷ്ട്രത്തലവൻ തന്നെയാണ് യഥാർത്ഥ ഭരണാധികാരി. നിശ്ചിത കാലയളവിലേക്കാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. പ്രസിഡന്റ് നിയമനിർമ്മാണ സഭയിൽ അംഗമല്ല. പ്രസിഡന്റിന് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തമില്ല. അധികാര വിഭജനമാണ് അതിന്റെ അടിസ്ഥാനം. മന്ത്രിമാർ പ്രസിഡന്റിന്റെ ഉദ്യോഗസ്ഥരാണ്. നിയമനിർമ്മാണ സഭ പിരിച്ചുവിടാൻ പ്രസിഡന്റിന് അധികാരമില്ല. പാർലമെന്ററി എക്സിക്യൂട്ടീവിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന മന്ത്രിസഭയാണ് യഥാർത്ഥ ഭരണാധികാരം വിനിയോഗിക്കുന്നത്. പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവിൽ രാഷ്ട്രപതിയാണ് ഭരണത്തലവനും യഥാർത്ഥ എക്സിക്യൂട്ടീവും. ഇന്ത്യ പാർലമെന്ററി സമ്പ്രദായവും അമേരിക്ക പ്രസിഡൻഷ്യൽ സമ്പ്രദായവും പിന്തുടരുന്നു. 20ാമത്തെ ചോദ്യം, സുപ്രീം കോടതിയുടെ അധികാര പരിധിയെക്കുറിച്ച് വിശദീകരിക്കുക. സുപ്രീം കോടതിയുടെ അധികാര പരിധിയെക്കുറിച്ച് വിശദീകരിക്കുക. ഭാഗം 1 പേജ് നമ്പർ 105 നോക്കുക. ഇന്ത്യയിലെ പരമോന്നത നീതിന്യായ സ്ഥാപനമാണ് സുപ്രീം കോടതി. ഭരണഘടനയുടെ സംരക്ഷകനും അടിസ്ഥാന അവകാശങ്ങളുടെ കാവൽക്കാരനുമായ സുപ്രീം കോടതിയുടെ അധികാര പരിധി വളരെ വിശാലമാണ്. പ്രധാനമായും ഉത്ഭവാധികാരം, അപ്പീൽ അധികാരം, ഉപദേശാധികാരം, റിട്ട് അധികാരം എന്നീ 4 വിഭാഗങ്ങളിലായാണ് സുപ്രീം കോടതിയുടെ അധികാര പരിധി ക്രമീകരിച്ചിരിക്കുന്നത്. 1. ഉത്ഭവാധികാരം. കേസുകൾ നേരിട്ട് പരിഗണിക്കുന്നതിനും
പരിഹരിക്കുന്നതിനുമുള്ള അധികാരമാണ് സുപ്രീം കോടതിയുടെ ഉത്ഭവാധികാരം. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലും സംസ്ഥാനങ്ങൾ തമ്മിലുമുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങൾ സംരക്ഷിച്ച് കിട്ടുന്നതിന് വേണ്ടി ഒരു പൗരന് സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാവുന്നതാണ്. ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുള്ള യൂണിയൻ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും അധികാരങ്ങളെ വ്യാഖ്യാനിക്കുന്നു. 2. അപ്പീൽ അധികാരം. ഭരണഘടനാപരമായ കേസുകൾ, ക്രിമിനൽ കേസുകൾ, സിവിൽ കേസുകൾ എന്നിവയിലാണ് സുപ്രീം കോടതിക്ക് അപ്പീൽ അധികാരമുള്ളത്. ഹൈക്കോടതി വിധിക്കെതിരെ ഒരു വ്യക്തിക്ക് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാം. എന്നാൽ ആ കേസ് അപ്പീലിന് അർഹമാണെന്ന് ഹൈക്കോടതി സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. അതായത് ആ കേസിൽ നിയമത്തിന്റെയോ ഭരണഘടനയുടെയോ വ്യാഖ്യാനം ആവശ്യമായ ഗൗരവമായൊരു പ്രശ്നമുണ്ടെന്ന് ഹൈക്കോടതി സാക്ഷ്യപ്പെടുത്തണം. ക്രിമിനൽ കേസുകളിൽ കീഴ്ക്കോടതി ഒരാളെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണെങ്കിൽ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ അപ്പീൽ നൽകാം. ഹൈക്കോടതി അപ്പീൽ അനുവദിച്ചില്ലെങ്കിൽ പോലും അപ്പീൽ അനുവദിക്കുമോ എന്ന തീരുമാനം അന്തിമമായി കൈക്കൊള്ളാനുള്ള അധികാരം സുപ്രീം കോടതിക്കാണുള്ളത്. ഇതിനെ പ്രത്യേക അനുമതി ഹർജി എന്നറിയപ്പെടുന്നു. 3. ഉപദേശാധികാരം. സുപ്രീം കോടതിയുടെ മറ്റൊരു അധികാരമാണ് ഉപദേശാധികാരം. പൊതു പ്രാധാന്യമുള്ള ഏതൊരു വിഷയത്തെക്കുറിച്ചും പ്രസിഡന്റിന് സുപ്രീം കോടതിയുടെ അഭിപ്രായം ആരായുന്നതാണ്. അതുപോലെ ഭരണഘടനാ വ്യാഖ്യാനം ആവശ്യമുള്ള വിഷയങ്ങളിലും പ്രസിഡന്റിന് ഉപദേശം തേടാവുന്നതാണ്. 4. റിട്ട് അധികാരം. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു. മൗലികാവകാശങ്ങളുടെ സംരക്ഷണമാണ് സുപ്രീം കോടതിയുടെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ ഒന്ന്. അതിനാണ് റിട്ട് അധികാരം ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഉത്ഭവാധികാരം, അപ്പീൽ അധികാരം, ഉപദേശാധികാരം, റിട്ട് അധികാരം എന്നിവയിലൂടെ സുപ്രീം കോടതി ഭരണഘടനയെ സംരക്ഷിക്കുകയും പൗരന്മാരുടെ അവകാശങ്ങൾ ഉറപ്പാക്കുകയും രാജ്യത്തെ നിയമവാഴ്ച ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിന്റെ തുടർന്നുള്ള ചോദ്യോത്തരങ്ങളും മറ്റു വിഷയങ്ങളുടെ മാതൃകാ ചോദ്യപേപ്പർ വിശകലനവും പരീക്ഷയ്ക്ക് വരുവാൻ സാധ്യതയുള്ള പ്രധാന ചോദ്യോത്തരങ്ങളും ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.